ഒരിക്കൽ ബസ് സ്റ്റാൻഡിലെ പോർട്ടർ സുന്ദരം എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, ഇന്നസെൻ്റ്, നമ്മുടെ പ്രഭാകരൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഏത് പ്രഭാകരൻ? നമ്മുടെ പഴയ ടൈലർ പ്രഭാകരൻ. അന്നിവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയില്ലേ, പ്രഭാകരൻ ജൗളിക്കടയുടെ മുമ്പിലിരുന്നിട്ട് തയ്ച്ചിരുന്ന പ്രഭാകരൻ, ആ നേപ്പാളി പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ആളെ പിടികിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം എന്താ പ്രഭാകരൻ, എന്താണ് വിശേഷം? അപ്പോൾ പറഞ്ഞു, ആൾ 2 എണ്ണമൊക്കെ ബാറിൽ നിന്ന് അടിച്ചിട്ട് ഇങ്ങനെ ബസ് സ്റ്റാൻഡ് ഇറക്കത്തിൽ കൂടെ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ പഴയ ആളുകളും അതുപോലെ തന്നെ ചില ആളുകളൊക്കെ പ്രഭാകരനോട് ചോദിച്ചു, എന്താ പ്രഭാകര, തണുക്കുന്നുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, അതെന്തിനാ അങ്ങനെ ചോദിക്കണേ? വേറെ ഒന്നുകൊണ്ടല്ല, ഇയാൾ ഈ തലയിലൊരു മഫ്ലറും കെട്ടി അതുപോലെ തന്നെ ഒരു ഷർട്ടിൻ്റെ മുകളിൽ ഒരു സെറ്റർ ഇട്ട് ഈ ചൂട് കാലത്ത് വരുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, തണുത്തിട്ടാണല്ലോ സാധാരണ ഇതൊക്കെ ഇടുക, ഉണ്ടോ എന്ന് ചോദിച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ പ്രഭാകരന് ആ മിലിറ്ററിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില അവശിഷ്ടങ്ങൾ, ഇതിൻ്റെ ബാക്കിയുള്ളതാണ് ഈ മഫ്ലറും ഇതൊക്കെ അതിൽ ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പലരും ഇത് പലപ്പോഴായിട്ട് ഈ പ്രഭാകരൻ്റെ അടുക്ക് തണുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രഭാകരൻ ഇങ്ങനെ ആലോചിച്ചു, ഇതെന്താ ഇവരിങ്ങനെ ചോദിക്കുന്നത്? അപ്പോഴാണ് പ്രഭാകരന് പഴയ ഓർമ്മ വന്നത്. പണ്ട് മഴ നനഞ്ഞൊലിച്ച് ഇരിഞ്ഞാലക്കുട കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളിലേക്കും അതുപോലെ ഗേൾസ് ഹൈസ്കൂളിലേക്കും പോകുന്ന പെൺകുട്ടികൾ നോക്കി തയ്ച്ചുകൊണ്ടിരുന്ന പ്രഭാകരൻ പലപ്പോഴും പലരോടും ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ കൂട്ടത്തിൽ ഒരിക്കൽ ശാരദ എന്ന് പറയുന്ന കുട്ടിയോടും ചോദിച്ചു, എന്താ ശാരദയെ, തണുക്കുന്നുണ്ടോ എന്ന്. അതാണ് പ്രഭാകരൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ എൻ്റെ അടുക്ക വന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് പ്രഭാകരൻ ഒരു ദിവസം പൊട്ടിത്തെറിച്ചു. ഇതെന്താടാ ഇന്നിയാള് നമ്മളെ തീരെ മൈൻഡ് ചെയ്ത് പോണത്? എന്നും നമ്മൾ പ്രഭാകരനെ തണുക്കുന്നുണ്ടോ കുളിരുണ്ടോ എന്നും പറഞ്ഞ് പ്രത്യേക മൈൻഡ് കൊണ്ടായിരിക്കും. കണ്ടിട്ടേ ഒരു ഉടക്ക് ലൈനാണെന്നാ തോന്നുന്നത്. എന്തൊടക്ക്? എല്ലാവരും മനസ്സിൽ വച്ചിരിക്കുന്നു, നമ്മളത് വിളിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ വിളിച്ചു പറയുന്നതൊക്കെ ആർക്കാട് അറിയാൻ പാടില്ലാത്തത്? ഏതായാലും ഇന്നയാള് തിരിച്ചു പോകുമ്പോ ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. ഇന്നാണ് നമ്മൾ എന്തെങ്കിലും പറയേണ്ടത്. എടാ സുരേഷ്, കണ്ടില്ലേ പുള്ളിയുടെ ദേഷ്യം? ഈ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ കൂടെ നിന്നാ മതി. കൂടെ ഉണ്ടല്ലോ. അയാളെ വട്ടളക്കുന്ന കാര്യം ഞാനേറ്റു. ഇന്ന് ഇവിടുന്ന് പ്രഭാകരേട്ടൻ പോകുമ്പോ തിരിച്ചൊരു വാക്ക് പറയാത്ത രീതിയിൽ പറഞ്ഞു വിടുന്ന ഞാൻ കാണിച്ചു തരാം. ചേട്ടാ, ഐസ് വേണോ തണുത്ത സോഡ വേണോ? എന്ത്? അല്ല, തണുത്ത സോഡ വേണോ ഐസ് വേണോ എന്ന്. തണുത്ത സോഡ വേണ്ട. അപ്പൊ ഐസ് എടുക്കല്ലേ? ഒന്ന് പോടാ അവിടുന്ന്. എന്താ ചേട്ടാ, ചേട്ടന് തണുപ്പ് തീരെ പറ്റില്ലാന്ന് തോന്നുന്നു. എന്ത് മനുഷ്യൻ! എന്താ പ്രശ്നം? അല്ല, ഞാൻ തണുത്ത സോഡ വേണോ ഐസ് വേണോ എന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് ചൂടായി എഴുന്നേറ്റ് പോയി. അപ്പൊ നിനക്കൊന്നും അറിയില്ലല്ലേ? ഇല്ല, എന്താ? ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അടി കിട്ടാഞ്ഞത് നിന്റെ ഭാഗ്യം. വരുന്നുണ്ട്. ഇതെന്താ പെട്ടെന്ന് മടങ്ങിയല്ലോ? പ്രഭാകരേട്ടോ, ഇത് എന്തൊരു പോക്കാ പോണത്, ഒരു മൈൻഡും ഇല്ലാതെ. അങ്ങനെ അങ്ങ് പോകല്ലേ പ്രഭാകരേട്ടാ, നിക്ക്, ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ. എന്താ, തണുക്കുന്നുണ്ടോ അല്ല കുളിരുന്നുണ്ടോന്ന്? സംഗതി കുഴപ്പേനായിന്ന് തോന്നണട്ടാ. എന്ത് കുഴപ്പം? എന്താടാ പറഞ്ഞത്? എന്ത്? നീ ഇപ്പോൾ എന്താ വിളിച്ചു പറഞ്ഞെന്ന്? ഞാൻ ഈ സുരേഷിനോട് ഒരു കാര്യം ചോദിച്ചതാ. എന്ത് കാര്യടാ? ഞാനെന്തിനാ പ്രഭാകരേട്ടനോട് പറയുന്നത്? നീ എന്നെ കളിയാക്കിയല്ലടാ. കളിയാക്കിയെന്നോ? ഞാനോ? ദേ പ്രഭാകരേട്ട വെറുതെ ഇല്ലാത്തൊന്നും പറയരുത്. എടാ സുരേഷേ, ഇവരോട് വിളിച്ചു പറഞ്ഞ നീ കേട്ടില്ലേ? ഇല്ല. എന്താ വിളിച്ചു പറഞ്ഞത്? അല്ല പ്രഭാകരേട്ടാ, ഇവൻ എന്താ പറഞ്ഞെന്ന് നിങ്ങൾ പറയും. അല്ലാതെ വിളിച്ചു പറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? നീയൊക്കെ എന്നെ കൊണ്ട് അതൊക്കെ പറയിപ്പിക്കലടാ. ചേട്ടൻ അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് പറയാം. നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല അല്ലേ? ഇല്ല. തണുക്കുന്നുണ്ടോ അതോ കുളിരുന്നുണ്ടോ? അയ്യോ, എന്നെ വിട്. പ്രഭാകരേട്ടാ, വെറുതെ കളിക്കില്ല. ഞാനാ പറഞ്ഞത്. എന്നെ അടിക്കരുത്. ശരിയാക്കും.